ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ. നമ്മുടെ സച്ചി എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സച്ചി മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ വന്ന് വൈറലായി ആകെ മൊത്തം വീട്ടിലും നാട്ടിലും എല്ലാം നാണക്കേടായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ രേവതി സച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ബാറിലൊക്കെ പോയിട്ട് രേവതി അവിടുന്ന് CCTV ഫുട്ടേജൊക്കെ എടുക്കുന്നുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ മൊത്തം പെട്ടിരിക്കുകയാണ്. ശ്രുതിയെ കൊണ്ട് അവിടെയുള്ള എല്ലാ പണികളും ചെയ്യിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. കാരണം ഈ നോയമ്പ് എടുക്കുമ്പോൾ ഈ വഴിപാട് നടത്തുന്ന സമയത്തൊക്കെ ശ്രുതിക്ക് വേണ്ടതെല്ലാം പാചകം ചെയ്ത് കഴിക്കേണ്ടത് ശ്രുതി തന്നെയാണെന്ന് പറയുക. അങ്ങനെ അടുക്കളയിൽ കിടന്ന് ആകെപ്പാടെ ഒരു വിധത്തിൽ ശ്രുതി ചെയ്യുക. അപ്പോൾ ഉപ്പ് പോലും ഇടാത്ത ഭക്ഷണം ഒറ്റയ്ക്ക് മാറിയിരുന്ന് വേണം ശ്രുതി കഴിക്കാനൊക്കെ. അതൊക്കെ നമ്മുടെ സച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. എന്തായാലും നല്ലൊരു കിടുക്കാച്ചി പണി ശ്രുതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അത് പോരാഞ്ഞിട്ട് രാവിലെ വെളുപ്പിനെ എണീറ്റ് കുളിച്ച് കോലയിടണമെന്നും കൂടി നമ്മുടെ ചന്ദ്രമതി പറയാണ്. അങ്ങനെ ശ്രുതിയെ കൊണ്ടൊരു വിധം കോലയിടുക. ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് കോലയിടാനൊന്നും അറിയില്ല എന്ന് പറയുക. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ കോലം വരയ്ക്കണമെന്ന് പറയുക. അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു കോലം വരയ്ക്കുക കേട്ടോ. എന്തൊക്കെയോ വരച്ചൊപ്പിച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം പെട്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എന്നാൽ അതിനൊക്കെ ശേഷമുള്ള ഒരു വിശേഷമാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സച്ചിക്ക് പറ്റുന്ന ആ അപകടത്തെ പറ്റിയിട്ടുള്ള വീഡിയോ. കാണാത്തവരാണെങ്കിൽ ഞാൻ എൻ സ്ക്രീനിൽ ഇട്ടേക്കാം, അതൊന്ന് കയറി കാണണം. നല്ല അടിപൊളി ഒരു എപ്പിസോഡാണത്. ആ സമയത്ത് സച്ചി എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണ്. സച്ചി ബാറിൽ കയറി മദ്യപിച്ച് വണ്ടി ഓടിച്ചു, പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മൾ ആൻ്റണിയാണ് കേട്ടോ ഒപ്പിക്കുന്നത്. ആൻ്റണി ഈ പല വീഡിയോസും കൂടെ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് വൈറലാക്കി. അങ്ങനെ സച്ചി എല്ലാവരും തെറ്റിദ്ധരിക്കുക. രവിയാണെങ്കിലും വീട്ടിൽ വെച്ച് സച്ചിയെ വഴക്ക് പറയുന്നുണ്ട്. സച്ചി നിരപരാധിയാണ്. സച്ചി പറയാണ് കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. രേവതിയുടെ അടുത്ത് വന്ന് കരഞ്ഞു പറയുന്നുണ്ട് സച്ചി, നീ പറഞ്ഞതിൽ പിന്നെ ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല, പിന്നെ ഇപ്പം ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തിനാ സച്ചിയേട്ടാ നുണ പറയുന്നത്? ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ സത്യമല്ലേ? അങ്ങനെയാവുമ്പോൾ പിന്നെ മദ്യപിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രേവതിക്ക് മനപ്രയാസം കാരണം രേവതി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുക. സച്ചിയുടെ കുടി നിർത്താനായിട്ട് ഒരു വൈദ്യനെ കണ്ടിട്ട് ഒരു പൊടി വാങ്ങി കൊടുക്കാൻ തീരുമാനിക്കുക. അതിന് കാരണം പുറത്തോട്ടിറങ്ങുമ്പം കുറച്ച് ചേച്ചിമാർ രേവതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, രേവതി നിൻ്റെ ഭർത്താവിൻ്റെ വീഡിയോയൊക്കെ ഭയങ്കര വൈറലായല്ലോ, ഞങ്ങളെല്ലാം അത് കണ്ടു, സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കര ഫേമസാണ്, എന്നാലും സച്ചി ഇത്രയൊക്കെ കള്ളു കുടിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ രേവതി പറയാം, എന്ത് ചെയ്യാനാ ചേച്ചി, ഞാനും കണ്ടു, സച്ചിയേട്ടൻ കുടിച്ചില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ പറയാം, കുടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രേവതി ഇങ്ങനെ? അപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമാവാണ്. അപ്പോൾ ഒരു ചേച്ചി പറയുന്നുണ്ട്, അത് ഇവിടെ ഒരു വൈദ്യനുണ്ട് രേവതി, എൻ്റെ ഭർത്താവ് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ പൊടി വാങ്ങിച്ച് ജ്യൂസി കലക്കി കൊടുത്തതാ, അതിൽ പിന്നെ ദേ ഇപ്പം ആ മനുഷ്യൻ കള്ളു കുടിക്കുന്നേ ഇല്ല, നീ അതൊന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ രേവതി പറയാണ്, അങ്ങനെയാണോ ചേച്ചി? ശരിയാണോ? അത് കുടിച്ചിട്ട് പിന്നെ ചേട്ടൻ കുടിച്ചിട്ടേ ഇല്ലേ? ഇല്ലെന്നേ, കുടിച്ചിട്ടില്ല. അപ്പോഴേക്കും രേവതി പറയാം, എന്നാൽ ചേച്ചിക്ക് ഇത് നേരത്തെ എന്നോട് പറയാമല്ലായിരുന്നോ? ഞാൻ ആ മരുന്ന് വാങ്ങിച്ച് സച്ചിയേട്ടന് കൊടുക്കുമായിരുന്നല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവ് ഇത്രയും മുഴുക്കുടിയനാന്ന് ഞാൻ നേരത്തെ അറിഞ്ഞോ? ഞാൻ ആ വൈദ്യൻ്റെ നമ്പർ തരാം, നീ പോയി വാങ്ങിച്ചോളാൻ പറയാണ്. അപ്പോൾ അതെന്തെങ്കിലും കഴിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുക രേവതി. അപ്പോൾ പറയുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല, 2-3 പ്രാവശ്യം ഒന്ന് ഛർദ്ദിക്കും, അത്രേ ഉള്ളൂ, ഒന്ന് തലവേദന എടുക്കും, പിന്നെ എല്ലാം നോർമലാവും എന്ന് പറയാണ്. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. സച്ചിയുടെ കുടിയൊക്കെ നിർത്താലോ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാവരുടെ മുമ്പിൽ ആകെപ്പാടെ നാണം കെട്ട് നിൽക്കുകയല്ലേ സച്ചി. അപ്പോൾ രേവതി പോയിട്ട് ഈ പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും സച്ചി അറിയാതെ ഇതൊന്ന് കുടിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ചേർത്ത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, അതിൽ ചേർത്ത് വെക്കുകയാണ്. വെച്ച് കഴിയുമ്പം ഈ ഓറഞ്ച് ജ്യൂസ് സച്ചിയോട് എന്ന് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വാ, അച്ഛൻ നല്ല ഓറഞ്ച് വാങ്ങി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ആ ജ്യൂസെല്ലാം നമ്മുടെ ചന്ദ്ര എടുത്ത് കുടിച്ച് കഴിയും.
ഓ നല്ല രുചി എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കുടിക്കുക. അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുക അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കുടിപ്പിക്കാം അവനെ എന്നും പറഞ്ഞിട്ടാണ് ചന്ദ്ര കുടിക്കുന്നത്. കുടിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ചന്ദ്രയ്ക്ക് ആപ്പാടെ പണി കിട്ടുക. അപ്പോൾ രേവതി കാണാം ഇത് ചന്ദ്ര കുടിച്ചത്. അപ്പോൾ രേവതിക്ക് ആപ്പാടെ പേടിയാവുക. എന്താ ഇനി ചെയ്യുക? അമ്മ ഇത് എടുത്ത് കുടിക്കുകയും ചെയ്തല്ലോ, ഇനിയിപ്പം വല്ലതും സംഭവിക്കുമോ ഇത് കുടിച്ചു കഴിഞ്ഞാൽ? ഇനിയിപ്പോൾ ആരോടെ ഞാനിത് ചോദിക്കുക? ആ തന്ന ചേച്ചിയോട് തന്നെ ചോദിക്കാം എന്നും പറഞ്ഞ് രേവതി അങ്ങ് പോവുക ചോദിക്കാനായിട്ട്. അതേസമയം ചന്ദ്ര അവിടെ കിടന്ന് വയറുവേദന എടുത്തിട്ടും ഛർദ്ദിച്ചും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്നാണെങ്കിൽ ഇറങ്ങുന്നുമില്ല. അങ്ങോട്ട് ഇറങ്ങും ഇങ്ങോട്ട് കയറും, ഇങ്ങോട്ട് കയറും അങ്ങോട്ട് ഇറങ്ങും, അങ്ങനെയാണ്. അതേ സമയത്താണ് നമ്മുടെ ഭാമ അവിടെ എത്തുന്നത്. ഭാമ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എൻ്റെ വയറിന് തീരെ വയ്യ എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പൊളയുക. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, വല്ല ഗ്യാസ് ആയിരിക്കും, ഇത്തിരി ചൂടുവെള്ളം കുടിച്ചാൽ മതി എല്ലാം ശരിയാവും. ഓഹോ എന്ന് പറഞ്ഞ് നിൽക്കാൻ പോലും മേല ചന്ദ്രയ്ക്ക്. ചന്ദ്ര ടോയ്ലറ്റിൽ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും ഒക്കെ ഉണ്ട് അവിടെ. അവരെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതിയും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് പറ്റിയത്? അപ്പോൾ പറയാം, എനിക്കറിയില്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഞാനൊന്നും പ്രത്യേകിച്ച് കഴിച്ചിട്ടില്ല, അതൊക്കെ തന്നെയേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര ആകപ്പാടെ കിടപ്പിലാവുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത്. സച്ചി വരുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ കിടക്കുക, എല്ലാവരും ചുറ്റും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സച്ചി ചോദിക്കുക, എന്ത് പറ്റി അമ്മയ്ക്ക്? അപ്പോൾ പറയാം, അത് അമ്മയ്ക്ക് വയറിന് എന്തോ പ്രശ്നമാടാ, അമ്മ ടോയ്ലറ്റിൽ തന്നെയായിരുന്നു, ആകെ മൊത്തം ദേ ഇവിടെ കിടന്ന് വെപ്രാളപ്പെടുക, കുറേ പ്രാവശ്യം ഛർദ്ദിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ ടാക്സി അവിടെ കിടക്കും, ഞാൻ പോയി പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചോണ്ട് വരാം, ഇനി ഈ രൂപത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകണ്ടല്ലോ. അങ്ങനെ പോയിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് വരിക. ഡോക്ടറെ വിളിച്ച് വന്ന് ഡോക്ടർ നോക്കിയിട്ട് പറയുകയാണ്, എന്തോ ഒരു ഫുഡ് പോയിസൺ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക, ഈ മരുന്ന് കഴിക്കുക, അത് കഴിഞ്ഞ് ആഹാരമൊക്കെ നന്നായിട്ട് കഴിച്ചാൽ എല്ലാം ശരിയായിക്കോളും, കുറച്ച് സമയം എടുക്കും, ഇത്തിരി വയറുവേദനയൊക്കെ എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേച്ച് ഡോക്ടർ പോവുക. അങ്ങനെ ഡോക്ടർ ഇറങ്ങി പോകുമ്പോഴേക്കുമാണ് നമ്മുടെ രേവതി ആ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. ചേച്ചിയോട് ചെന്ന് ചോദിക്കുക, ചേച്ചി ആ ജ്യൂസ് വേറെ ആരെങ്കിലും എടുത്ത് കുടിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ പൊടി കലർത്തിയത്? അപ്പോൾ അവർ പറയുക, വേറെ ആരെങ്കിലും എടുത്ത് കുടിച്ചോ? അതിപ്പോൾ പറയുകയാണ്, അത് അമ്മ എടുത്ത് കുടിച്ചു, സച്ചിയേട്ടന് ഞാൻ കലക്കി വച്ചതാണ്, പക്ഷേ അത് അമ്മ എടുത്ത് കുടിച്ച്. അപ്പോൾ അവർ പറയാം, അയ്യോ പ്രശ്നമായല്ലോ, അമ്മ കുടിച്ചാലും പ്രശ്നമൊന്നുമില്ല, പിന്നെ മദ്യപിച്ചവർ കുടിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അവരൊന്ന് രണ്ട് ഛർദ്ദിക്കും, അത് നോർമലാവും. ഇത് മദ്യപിക്കാത്ത ചന്ദ്ര എടുത്ത് കുടിച്ച സ്ഥിതിക്ക് ചന്ദ്രയ്ക്ക് ശാലം പ്രശ്നമാകും, കുറച്ച് വയറുവേദനയും തലകർക്കവും ഛർദിയൊക്കെ നന്നായിട്ടുണ്ടാവും, 2-3 ദിവസത്തേക്ക് പ്രശ്നമാണ്, അത് കഴിഞ്ഞ് അതെല്ലാം നോർമലായിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല ആഹാരം വെള്ളമൊക്കെ കൊടുത്താൽ മതി എന്ന് പറയുക. അപ്പോൾ രേവതിക്ക് കുറച്ചൊരു സമാധാനമൊക്കെ ആവുന്നുണ്ട്. രേവതി തിരിച്ചു പോകുന്ന വീട്ടിലെത്തുമ്പോഴാണ് ഡോക്ടർ ഇറങ്ങി പോകുന്നത്. അപ്പോൾ സച്ചിയോട് ചോദിക്കുക, ഏതാ സച്ചിയേട്ട ഇത് ആരാ സച്ചിയേട്ട ഇറങ്ങി പോകുന്നത്? അത് ഡോക്ടറോ? അതെന്തിനാ സച്ചിയേട്ട വന്നത്? അമ്മയ്ക്ക് തീരെ വയ്യ, അമ്മയ്ക്ക് വയറുവേദനയൊക്കെയാണ്, അതുകൊണ്ട് ഡോക്ടർ വന്നതെന്ന് പറയുമ്പോൾ, അയ്യോ എന്നും പറഞ്ഞ് രേവതി ചെന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കുക. അമ്മയ്ക്ക് എന്താ പറ്റിയേ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പം രവി പറയുക, അതെന്തോ ഫുഡ് പോയിസണാണ്, എന്തോ അവൾ കഴിച്ചതിൻ്റെ വയറ്റിൽ പിടിക്കാഞ്ഞിട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇവർ കിടന്ന് പൊളയുമല്ലേ. അപ്പോൾ രേവതി പറയാം, അമ്മ അവിടെ ഇരുന്ന് ആ ഓറഞ്ച് ജ്യൂസ് എങ്ങാനും എടുത്ത് കുടിച്ചോ? അപ്പോഴേക്കും പറയാണ്, ആ ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിച്ചു എന്ന് പറയേ ചന്ദ്ര. അപ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് ആമ പറയാം, ഓറഞ്ച് ജ്യൂസ് കുടിച്ചാൽ എന്താ പ്രശ്നം? ഓറഞ്ച് ജ്യൂസ് ഫുഡ് പോയിസൺ ഒന്നും അല്ലല്ലോ, ശരീരത്തിന് നല്ലതല്ലേ? അപ്പോൾ രേവതി പറയാം, അതേ ശരീരത്തിന് നല്ലതാ, എന്നാലും എന്ന് ചോദിക്കുമ്പോൾ, എന്താ കാര്യം, ഇവളെന്തോ എന്നെ കൊല്ലാൻ വേണ്ടി അത് കലക്കി വച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പോഴേക്കും ഉടനെ തന്നെ രേവതി യോട് ചോദിക്കുന്നുണ്ട് സച്ചി, നീ എന്താ ചെയ്തേ അതിൽ? എന്താ? ഒന്നുമില്ല, അത് ഞാൻ എന്നൊക്കെ പറയും. എന്താ അത് ഞാൻ സച്ചിയേട്ടന് വേണ്ടി ഉണ്ടാക്കി വെച്ച ജ്യൂസായിരുന്നു എന്ന് പറയണം. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട് രവി, അതിനെന്താ, അവന് വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസ് ഇവൾ കുടിച്ചാൽ ഇവക്കിപ്പം ഇത്ര അസുഖം വരാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാം, അതെ ഞാൻ അതിലൊരു പൊടി കലർത്തി വച്ചിരുന്നു സച്ചിയേട്ടന് കൊടുക്കാൻ, സച്ചിയേട്ടൻ്റെ കൂടി നിർത്താൻ വേണ്ടിയിട്ട് ഒരു വൈദ്യൻ പറഞ്ഞു തന്ന പൊടിയാണ്, ആ മരുന്ന് ഞാൻ അത് കലർത്തി വെച്ചതേ ഉള്ളൂ, അതാ എന്ന് പറയുമ്പോൾ ചാടി എണീക്കുക ചന്ദ്ര. എന്നിട്ട് പറയാം, അയ്യോ എന്നെ കൊല്ലാൻ വേണ്ടി ഇവൾ ഏതാണ്ടൊക്കെ പൊടി കലക്കി വെച്ച്, അതാണോടി ദ്രോഹി ഞാൻ കുടിച്ചത്, ചുമ്മാതല്ല എനിക്കിങ്ങനെ ഇരിക്കാനും നിൽക്കാനും മേലാത്ത ഈ അവസ്ഥ വന്നത്, നീ പൊടിയെല്ലാം കലക്കി വെച്ചിരിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര അവിടെ കിടന്ന് വരണ്ട് പിറകുകയാണ് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, നീ എന്തിനാ അവൾ ജ്യൂസ് എടുത്ത് വെച്ചത്, നീ എടുത്ത് കുടിക്കാൻ പോയത്, അവന് വേണ്ടിയിട്ട് അവൾ വെച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ട് ബഹളം വയ്ക്കുക, എന്താ നീ കാണിച്ചത്, അമ്മയ്ക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ, ആ പൊടിയൊക്കെ കലർത്തി വെക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നത് എന്തായേനെ
എന്നൊക്കെ ചോദിക്കുക. അന്നേരം രേവതി വിഷമിച്ച് പറയാണ്, അത് സച്ചിയേട്ടൻ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എല്ലാവരും സച്ചിയേട്ടനെ ഒഴിവാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ട് സച്ചിയേട്ടൻ്റെ കൂടി എങ്ങനെയെങ്കിലും നിർത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചേച്ചി പറഞ്ഞതനുസരിച്ച് പോയിട്ട് വൈദ്യൻ്റെ അടുത്തുനിന്ന് ഒരു മരുന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. ആ പൊടി ഞാൻ ജ്യൂസിൽ കലക്കി വച്ചിട്ട് സച്ചിയേട്ടനെ കൊണ്ട് കുടിപ്പിക്കാൻ പോയതാ. ആ സമയത്ത് അത് അമ്മ എടുത്ത് കുടിച്ചു എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാം, എടി അത് ഞാൻ കുടിച്ച കണ്ടിട്ട് നീ മിണ്ടിയോ? നീ മിണ്ടാതെ നീ എവിടെയാടി ഇറങ്ങിപ്പോയത്? പൊടിയെല്ലാം കലക്കി വെച്ച് എന്നെ കൊല്ലാൻ ജ്യൂസ് വെച്ചേച്ച് അവൾ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയുമ്പം പറയാം, അത് ഞാൻ അമ്മ കുടിക്കുന്ന കണ്ടു. അപ്പം പിന്നെ അത് കുടിച്ച് എന്തെങ്കിലും ഇനി സംഭവിക്കുമോ എന്നറിയാൻ അത് തന്ന ചേച്ചിയോട് ചോദിക്കാൻ വേണ്ടി പോയതാ. കുഴപ്പമൊന്നുമില്ല, 2 ദിവസത്തേക്ക് വയറിനൊരു പ്രശ്നം ഉണ്ടാവുന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഒരു കുഴപ്പമില്ലെന്ന് അവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അപ്പോഴേക്കും ഉടനെ ചന്ദ്ര പറയാം, ഞാനിവളെ ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഇവൾ കാണിച്ചു വെക്കുന്നതൊക്കെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇവിടെ രേവതിയെ കുറ്റപ്പെടുത്തുക, മെയിനായിട്ട് ചന്ദ്ര. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവുക. സച്ചിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് വിഷമാവുകയാണ്. കാരണം സച്ചിയുടെ കൂടി നിർത്താനല്ലേ രേവതി ഈ പൊടിയൊക്കെ കലക്കി വെച്ചത്. അപ്പോൾ അങ്ങനെ ഒരു വിഷമം രേവതിക്ക് ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും സച്ചി അങ്ങ് ഇറങ്ങി പോവുക. എന്നിട്ട് സച്ചി മുകളിൽ പോയി ടെറസിൻ്റെ മുകളിൽ പോയി ഇങ്ങനെ ഇരിക്കുക. അതേസമയം നമ്മൾ രേവതിയും പുറകെ ചെന്ന് സച്ചിയോട് അടുത്ത് ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് സച്ചിയോട് പറയാം, സച്ചിയേട്ടൻ ഇങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടപ്പം സച്ചിയേട്ടൻ കുടിക്കില്ല എന്നൊക്കെ സത്യം ചെയ്തെങ്കിലും പിന്നെ ഇങ്ങനെ കുടിച്ചല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ആ വീഡിയോ കണ്ടപ്പം ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടുപോയി. ആ വീഡിയോ കണ്ടപ്പോൾ വിഷമം കൊണ്ട് ഞാനത് ചെയ്തതാന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു രേവതി, ഞാൻ പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ ഒരു തുള്ളി പോലും മദ്യം കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ആ വീഡിയോ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല, എന്താ അവിടെ സംഭവിച്ചതെന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് സത്യമാണ്, നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ രേവതിയോട് പറയാം. അപ്പോൾ തന്നെ രേവതിക്ക് ഏകദേശം ബോധ്യമായി സച്ചി സത്യം തന്നെയാണ് പറയുന്നതെന്ന്. അതേസമയം സച്ചിയുടെ വണ്ടിയാണെ പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ പോലീസ്. കാരണം മദ്യപിച്ച് വാഹനം ഉണ്ടാക്കി ഓടിച്ചെന്നുള്ള ഒരു വീഡിയോയൊക്കെ വന്ന് വൈറലായില്ലേ. അതുകൊണ്ട് തന്നെ സച്ചിയുടെ ലൈസൻസും ഒക്കെ പിടിച്ചു വെച്ച് ബുക്കും പേപ്പറും എല്ലാം മേടിച്ച് വെച്ച് വണ്ടി അവിടെ വച്ചിരിക്കുക. സച്ചിയാണ് വണ്ടിക്ക് വേണ്ടിയിട്ട് ചെല്ലുക. ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ എൻ്റെ വണ്ടി അത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെ തരാൻ പറ്റുമോ? അങ്ങനെ പെട്ടെന്നും തരാൻ പറ്റത്തില്ല, SI വരട്ടെ, SI വന്ന് സംസാരിച്ചിട്ട് തരാം. താനല്ലേ മദ്യപിച്ച് വണ്ടി ഓടിച്ചതല്ലേ, അങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ ലൈസൻസൊക്കെ കട്ട് ചെയ്യും, വണ്ടിയും ഉടനെ തന്നെ തരികയല്ലെന്ന് പറയാണ്. സച്ചി അവരോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ മദ്യപിച്ച് വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല, ചുമ്മാ അത് ആരോ കെട്ടിച്ചമച്ച വീഡിയോയാന്ന് പറയാം. അപ്പോൾ അവർ പറയാം, അതൊന്നും വിശ്വസിക്കാൻ വരട്ടെ, നീ ഇവിടെ നിൽക്ക്, ഇപ്പം ഞങ്ങൾക്ക് പോയി കുറച്ച് ചായയും വടയൊക്കെ വാങ്ങിക്കൊണ്ട് വാ എന്ന് പറഞ്ഞു വിടുക. സച്ചിയാണെ പാവം പോയിട്ട് അവരുടെ കടയിൽ നിന്ന് പോയി ചായയും വടയും ഒക്കെ വാങ്ങി പോലീസുകാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഈ വണ്ടിയൊന്നും ഇറക്കണ്ടേ. അവർ കൊടുക്കുന്നുമില്ല. അതേസമയം SI വരികയാണ്. SI വരുമ്പോൾ SIയുടെ അടുത്ത് എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, സാറേ ഞാൻ മദ്യപിക്കാറൊന്നുമില്ല, ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടുമില്ല, പക്ഷേ പോലീസ് എൻ്റെ വണ്ടി പിടിച്ചു വെച്ചു. അങ്ങനൊരു വീഡിയോ വന്നതുകൊണ്ടാണ് അത് പിടിച്ചു വെച്ചത്, എല്ലാവരും അറിഞ്ഞതുകൊണ്ട് എൻ്റെ ലൈസൻസും കട്ടാക്കുമെന്നാണ് പറയുന്നത്. സാർ എന്തെങ്കിലും ചെയ്യണം, എൻ്റെ വണ്ടിയൊന്നും എനിക്ക് ഇറക്കിക്കൊണ്ട് പോകണം, ഞാൻ അത് ഓടിച്ചാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അയാൾ പറയാം, നീ അന്ന് മദ്യപിച്ചതിന് എന്നാ തെളിവാണ് ഇനി വേണ്ടത്? ആ വീഡിയോയിലെല്ലാം വ്യക്തമാണ്. പിന്നെ ഈ വണ്ടി പുറത്തിറക്കി വിടാൻ പറ്റുമോ? വണ്ടി മാത്രമല്ല, നിൻ്റെ ലൈസൻസും കട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് നീ തെളിയിക്ക്, ആ വീഡിയോയുടെ അത്രയും തെളിവ് വേറൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ സച്ചി ആകെ മൊത്തം വിഷമിച്ച് പോവുക കേട്ടോ. അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, അത് അവർ വണ്ടി ഇറക്കി തരത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ വൈറലായല്ലോ, മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്നുള്ള വീഡിയോ, അതുകൊണ്ട് ഇനി അതിനെതിരെ തെളിവ് എന്തെങ്കിലും കൊണ്ട് കൊടുക്കാനാണ് പറയുന്നത്. ഞാൻ എന്ത് തെളിവാണ് ഇനി കൊണ്ട് കൊടുക്കേണ്ടത്, ആരോ ചെയ്ത പണിയാത് എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് ആകെ വിഷമാവുക കേട്ടോ. സച്ചിയുടെ വണ്ടി പോവും, അതുപോലെ തന്നെ സച്ചി ആ കാർ ഓടിച്ചാണല്ലോ ജീവിക്കുന്നത്, അതില്ലാതാവും എന്നൊക്കെ ഓർക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര ടെൻഷനായിട്ട് രേവതി രണ്ടും കൽപ്പിച്ച് ബാറിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ബാറിൻ്റെ വാതൊക്കെ പോയി വണ്ടിയിൽ ഇരിക്കുക. അപ്പോൾ ബാറ് തുറന്നിട്ടൊന്നുമില്ല, ബാറിന് മുമ്പിൽ പക്ഷേ കുറേ പേര് ഇരിക്കുന്നവർ ബാറ് തുറക്കുമ്പോഴേ കയറാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുക. അപ്പോൾ രേവതി അവിടെ പോയി നിൽക്കുമ്പോഴേക്കുമാണ് ഒരു വ്ളോഗർ വരികയാണ് കേട്ടോ, വീഡിയോ ഒക്കെ എടുത്തോണ്ട്. ദേ ഇവിടെ കുറച്ച് പേര് ബാറിൻ്റെ മുമ്പിൽ കൂടി നിൽപ്പുണ്ട്, ദേ നോക്കിക്കേ കുറേ ആൾക്കാർ, ദേ ഒരു പെൺകുട്ടി ഇരിക്കുന്നു എന്നൊക്കെ പറയാണ്. മദ്യപിക്കാനായിരിക്കും രാവിലെ തന്നെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ നേരെ എന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി ഒറ്റയടി അവനിട്ട് കൊടുക്കുകയാണ്. ദേ ആവശ്യമില്ലാതെ ക്യാമറയും തൂക്കി എൻ്റെ നേരെ വരണ്ട, ഞാനിവിടെ കുടിക്കാൻ വന്നതല്ല, ഞാൻ വേറെ ചില കാര്യങ്ങൾക്ക് വന്നതാണ്. എൻ്റെ ഭർത്താവ് മദ്യപിക്കാഞ്ഞിട്ടും
മദ്യപിച്ചെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ വൈറലായില്ലേ? അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള വ്ളോഗർമാർ കാണുന്നവരുടെ എല്ലാം വീഡിയോയും ഫോട്ടോയും എടുത്തിട്ടിട്ട് അവരുടെ എല്ലാം ജീവിതം നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ അയാളോട് ചോദിക്കുക. അപ്പം അയാൾ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ തിരിച്ച് മേഡത്തിനെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ മേഡത്തിൻ്റെ വേറൊരു വീഡിയോ ഇടാമെന്ന് പറയാം, ഭർത്താവിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ രേവതി പറയേ വേണ്ട, അതൊന്നും ചെയ്യണ്ട, ഒരു ഉപകാരവും വേണ്ട നിങ്ങളുടെ എന്ന് പറയുകയാണ്. എന്നിട്ട് രേവതി അവിടെ നിൽക്കുക. അങ്ങനെ ബാറ് വന്ന് തുറക്കുവാണ്. അവർ തുറക്കുമ്പോഴേ എല്ലാ കുടിയന്മാരും കയറി പോവുക. ആ കൂടത്തിൽ തന്നെ രേവതിയും കയറി പോവാണ്. അപ്പോഴേക്കും അവർ ചോദിക്കുന്നു, എല്ലാവരും നോക്കുന്നുണ്ട് രേവതി കയറുമ്പം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, മേഡത്തിനെ കണ്ടിട്ട് ഇവിടെ കുടിക്കാൻ വന്നതാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ, പിന്നെ എന്താ മേഡം വന്നതെന്ന് ചോദിക്കുക. അപ്പോഴേക്കും രേവതി പറയുക, ഇതിൻ്റെ ഓണറെ എനിക്കൊന്ന് കാണണം, ഒന്ന് സംസാരിക്കാൻ എവിടെയുണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ അവർ കാണിച്ചു കൊടുക്കുക കേട്ടോ, സ്റ്റാഫ് അവിടെ ഉണ്ടെന്നും പറഞ്ഞ്. അങ്ങനെ ഓണറിൻ്റെ അടുത്ത് പോയിട്ട് രേവതി പറയാണ്, സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? കഴിഞ്ഞ ദിവസം എൻ്റെ ഭർത്താവ് ഇവിടെ കുടിച്ചെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്ന് വൈറലായത് എന്ന് പറയുമ്പോൾ അയാൾ പറയാണ്, നേരെ ഞാനും കണ്ടു, അതുകൊണ്ട് ദേ ഈ ബാറിൻ്റെ പേരും കൂടി പോയി, ഈ ബാറിലാണ് ഇങ്ങനെയുള്ളവരെല്ലാം മദ്യപിക്കുന്നതെന്നും പറഞ്ഞിട്ട് ആ പാടെ മോശം ഞങ്ങൾക്കൂടെ, പൊയ്ക്കേ എന്ന് പറയാം. അപ്പോൾ പറയാം രേവതി, അങ്ങനല്ല സാറേ, അത് സത്യമല്ല, എൻ്റെ ഭർത്താവ് മദ്യപിക്കാറില്ല എന്ന് പറയാം. അതെല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരോട് അങ്ങനെയല്ലേ പറയുള്ളൂ, മദ്യപിക്കാറില്ലെന്ന്, അതുപോലെ പറഞ്ഞതായിരിക്കും എന്ന് അയാൾ പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അല്ല സാറേ, അദ്ദേഹം മദ്യപിക്കാറില്ല, അന്നും മദ്യപിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതേ വണ്ടിയൊക്കെ പോലീസ് പിടിച്ചു വച്ചിരിക്കുകയാണ്, ലൈസൻസും കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ആ വണ്ടി ഓടിച്ച് ജീവിക്കുന്നവനാ അയാൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം. അതുകൊണ്ട് സാർ ഒരു ഉപകാരം ചെയ്താൽ മതി. ഈ 2 ദിവസം മുമ്പ് ഈ ബാറിൽ എന്താ നടന്നതെന്നുള്ള കാര്യത്തിൻ്റെ CCTV ഫൂട്ടേജ് എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. എന്തോ ഇവിടെ നടന്നിട്ടുണ്ട്, സച്ചിയേട്ടൻ വന്നതും പോയതും ഒക്കെ അറിയാൻ പറ്റുമല്ലോ, ആ ഫൂട്ടേജ് എന്നെ ഒന്ന് കാണിക്കുമെന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, ഇപ്പോൾ ഈ തിരക്കുള്ള സമയത്ത് CCTV ഫൂട്ടേജ് കാണിക്കാനൊന്നും നേരെയില്ല, കുട്ടി പോവും എന്ന് പറയാണ്. അപ്പോൾ രേവതി കൈ കൂപ്പിക്കൊണ്ട് കരഞ്ഞു പറയാം, സാറേ അത് സാറിൻ്റെ മോളായിട്ട് എന്നെ കണ്ടാൽ മതി, ഞങ്ങളുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ടാണ്, നാട്ടുകാരുടെ മുമ്പിൽ എല്ലാം നാണം കെട്ട് ഇരിക്കുക, ആ വണ്ടിയും കിട്ടത്തില്ല, അതുകൊണ്ടാണെന്ന് പറയുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ അയാൾ പറയാം, ശരി എന്ന് പറഞ്ഞ് സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയാണ്, ദേ ഈ കുട്ടിക്ക് ആ CCTV ഫൂട്ടേജൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയാം. അങ്ങനെ അയാൾ രേവതിയും കൊണ്ട് CCTV ഫൂട്ടേജൊക്കെ കാണിക്കാൻ പോകും. അപ്പം 2 ദിവസം മുമ്പേ ഉള്ളതാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോഴേക്കും സച്ചിയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രേവതി കാണുകയാണ് കേട്ടോ സച്ചി അവിടെ വരുന്നത്. അപ്പോൾ അയാൾ കാണിച്ചും കൊടുക്കുന്നുണ്ടേ, ദേ വന്നിരിക്കുന്നു, അവിടെ വന്ന് ഒരാളോട് സംസാരിക്കുകയാണല്ലോ, വേറൊന്നും ചെയ്യുന്നില്ലല്ലോ സച്ചി എന്ന് പറയാം. അത് കഴിയുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു കുപ്പി കൊണ്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുന്നുണ്ട്. അതേ ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുന്നുണ്ടെന്ന് അയാൾ പറയാം. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ ഗ്ലാസ്സിൽ ഒഴിച്ച് വേറൊരാൾക്ക് കൊടുക്കുക. സച്ചി മദ്യപിക്കുന്നേ ഇല്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല മദ്യപിക്കുന്നേ ഇല്ല, ഇവിടെ വന്ന് അവരുമൊക്കെ ആയിട്ട് സംസാരിച്ച് നിൽക്കുന്നേ ഉള്ളൂ സച്ചി എന്ന് പറയാണ്. പിന്നെ എന്താ സംഭവിച്ചത്? ഇതിപ്പോൾ ആരാ ഇത് വീഡിയോ ആക്കിയത്? ഒരു തുള്ളി പോലും മദ്യപിക്കുന്നത് CCTVയിലൊന്നും കാണുന്നില്ല, എന്നാൽ അവരോട് വന്ന് സംസാരിച്ചൊക്കെ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ രേവതിക്ക് കാര്യം പിടികിട്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും കാണുകയാണ് ആരോ ഒരാൾ വീഡിയോ എടുക്കുന്നതാണ് സച്ചി ഇറങ്ങിപ്പോകുമ്പോൾ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അത് ആരാ വീഡിയോ എടുക്കുന്നത്, ഒന്ന് സൂം ചെയ്തേന്ന് പറയാം. അപ്പോൾ അയാളൊന്ന് സൂം ചെയ്ത് കാണിക്കുക. സൂം ചെയ്ത് കാണിക്കുമ്പം ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് നമ്മുടെ ആൻ്റണിയാണ്. അപ്പോൾ രേവതി പറയാം, ഇത് ആൻ്റണിയല്ലേ എന്ന് പറയാം. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, മേഡത്തിന് അയാളെ അറിയാമോയെന്ന് ചോദിക്കുക. പിന്നെ എനിക്കറിയാം, ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുള്ള ഒരുത്തനോ ഒരു പെറുക്കി അവനാ എന്ന് പറയാം. അവനാ അപ്പോൾ ഈ വീഡിയോ എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പം മറ്റേ ആളും പറയാം, ശരിയാ, അവൻ വീഡിയോ എടുത്ത് അത് പല ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതായിരിക്കും, അതാ എല്ലാവരും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുക. അപ്പോൾ രേവതിയും പറയാം, ശരിയാ, ഈ വീഡിയോ ഒരു നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് ശ്രീകാന്തിൻ്റെ നമ്പർ കൊടുക്കുക കേട്ടോ നമ്മുടെ രേവതി. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, ഈ വീഡിയോ ഒന്ന് ഈ നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കണേ എന്ന് പറയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരി മേഡം ഞാൻ ചെയ്തേക്കാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രേവതി അയാളോട് നന്ദിയൊക്കെ പറഞ്ഞ്, വളരെ നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയാം, ശ്രീകാന്തൻ ഞാൻ രേവതിയാണ്, നിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നീ കണ്ടിട്ട് നിൻ്റെ ചേട്ടനെ വിളിച്ച് പോയി വണ്ടി എടുക്കാൻ പറയുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ശരി എന്നൊക്കെ പറയാം. അപ്പോൾ ശ്രീകാന്ത് അത് കഴിയുമ്പോൾ ഈ വീഡിയോ കാണുന്നൊക്കെയുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചിയും കൂട്ടുകാരും കൂടെ അവിടെ നിൽക്കുക. സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക, എന്ത് ചെയ്യാൻ, അവർ വണ്ടി തരില്ലെന്നാണ് പറയുന്നത്. ഞാനാണെ കുടിച്ച് വണ്ടി ഓടിച്ചെന്നും പറഞ്ഞാൽ അവർ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. വണ്ടി തരില്ല, ലൈസൻസും കട്ട് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാ ചെയ്യുന്നത്, ഇതിനിപ്പോൾ എന്താ ഒരു തെളിവ് കൊണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങോട്ട് ശ്രീകാന്ത് വരിക. അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, അണ്ടറ സച്ചി നിൻ്റെ അനിയൻ വരുന്നു
എന്ന് പറയാം. അപ്പം ശ്രീകാന്ത് വലിയ സന്തോഷത്തിൽ വന്നിട്ട് പറയാം, ചേട്ടാ വാ നമുക്ക് ഒരിടം വരെ പോകാനുണ്ടെന്ന് പറയാം. എന്താ? അല്ല വണ്ടി ഇറക്കാൻ പോകണ്ടേ? വണ്ടി ഇറക്കാനോ എന്ന് ചോദിക്കുകയാണ്. ആ വണ്ടി ഇറക്കാൻ പോകണ്ടേ, ചേട്ടൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള വീഡിയോയൊക്കെ ചേച്ചി അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറയാം. രേവതിയോ? അതെ രേവതി ഇതൊക്കെ എവിടെ പോയി സംഘടിപ്പിച്ചെന്ന് ചോദിക്കുക സച്ചി. അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി ബാറിൽ പോയിട്ട് അവിടുത്തെ CCTV ഫുട്ടേജൊക്കെ എടുത്തു. അപ്പോൾ ഈ പണിയെല്ലാം ഒപ്പിച്ചിരിക്കുന്ന ആ ആൻ്റണിയാണ്, അവനാ ഈ പണി ചെയ്തിരിക്കുന്നതെന്ന് സച്ചിയോട് പറയാം. അപ്പോഴേക്ക് രേവതി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ഓടി വരുന്ന വഴി തന്നെ സച്ചിയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ സച്ചിയേട്ടനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, ഒത്തിരി വഴക്ക് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. അപ്പോൾ സച്ചി നോക്കി, എന്താ രേവതി, ഇത് കണ്ടോ ഈ വീഡിയോ, ഇതിലെല്ലാ സത്യങ്ങളും ഉണ്ട്. സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായി. സച്ചിയേട്ടൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാൻ തയ്യാറായില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്നോട് മാപ്പ് ചോദിക്കണോ? ഈ തെളിവൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നീ എന്നോട് എന്തിനാ മാപ്പ് ചോദിക്കുന്നതെന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇനി ഒരു നിമിഷം പോലും ഇങ്ങനെ നിൽക്കരുത്. ഈ വീഡിയോ നമുക്ക് തിരിച്ച് പോസ്റ്റ് ചെയ്യണം, ഇതെല്ലാം സോഷ്യൽ മീഡിയയിലും ഇതാക്കണം. സച്ചിയേട്ടനെ തെറ്റിദ്ധരിച്ചവരെല്ലാം തിരിച്ച് മനസ്സിലാക്കണം, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം എല്ലാവരും അറിയണം എന്നും പറഞ്ഞിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ. അങ്ങനെ സച്ചിയെ വെച്ചിട്ട് CCTV ഫുട്ടേജൊക്കെ വെച്ച് സത്യാവസ്ഥ തെളിയുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി ശ്രീകാന്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ സച്ചി മദ്യപിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മുടെ രേവതി തന്നെ തെളിയിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ വണ്ടിയൊക്കെ ഇറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്